ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് വായിച്ചു നോക്കിയാലോ? ദൈവം പക്ഷപാതം കാണിക്കുമോ? എന്തിന് ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കണം? ഇത് രണ്ടിൻ്റെയും ഉത്തരം നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ ദൈവത്തെ സ്വന്തമാക്കാനുള്ള കുറുക്കുവഴികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ചിലർ മാത്രം നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയാകുന്നത്? മക്കളിൽ ചിലർ മാത്രം മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർ ആകുന്നത്? വിദ്യാർത്ഥികളിൽ ഏതാനും പേർ മാത്രം എൻ്റെ അധ്യാപകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു? 12 ശിഷ്യന്മാരിൽ യോഹന്നാനു മാത്രം എൻ്റെ വത്സല ശിഷ്യനെന്ന് പേര് വീണു? എല്ലായിടത്തും ദൈവത്തിന് പോലും പക്ഷപാതമുണ്ടോ? ഇതിനൊക്കെ നമുക്ക് ഉത്തരം നോക്കിയാലോ? എന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് വിശുദ്ധ പത്രോസ്ലീഹ താൻ അറിഞ്ഞ സത്യം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് നമുക്ക് നോക്കാം. സത്യമായും ദൈവത്തിന് പക്ഷഭേദമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. തൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നും ആത്മീയമായും ഭൗതികമായും ഉയരണം എന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും എന്നതാണ് ദൈവത്തിൻ്റെ മനസ്സ്. എന്താണ് ഇതിന് കാരണം? യേശു എവിടെയിരുന്നാലും യോഹന്നാൻ അവിടുത്തെ വക്ഷസ്സിലേക്ക് ചാരി ചേർന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. വിട്ടുപിരിയാത്ത ഒരു ഹൃദയബന്ധത്തിലേക്ക് അവർ വളർന്നു. ഗുരുവിൻ്റെ വത്സലനായി വളർന്നു വന്നു. എന്നാൽ തൻ്റെ വക്ഷസ് യേശു യോഹന്നാനു വേണ്ടി മാത്രം നീക്കിവെച്ചിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവൻ അത് തിരഞ്ഞെടുത്തു. അതാണ് വത്സലനാകാനുള്ള ദൈവത്തിൻ്റെ സ്വന്തമാക്കാനുള്ള കുറുക്കുവഴി. ഈ സാധ്യത കണ്ടെത്തിയവരാണ് വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാവരും. തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതുപോലെ നമ്മുടെ മനസ്സും ആഗ്രഹവും ലക്ഷ്യവുമാണ് പ്രധാനം. പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള സാധ്യത ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നവരാണ് ചുരുക്കം. ഒരു ഇടവക ദേവാലയത്തിൽ ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും ബലിയായി അർപ്പിക്കുന്നത് ആ ഇടവകയിലെ ഏതാനും പേർക്കായല്ല, മുഴുവൻ ജനത്തിനും വേണ്ടിയാണ്. നന്മ ചെയ്യാനും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും സമ്പത്ത് സുവിശേഷത്തിനായി കൊടുക്കാനുമുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കത്തിൽ ജീവനും മരണവും നന്മയും തിന്മയും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ തളർച്ചയ്ക്ക് വ്യക്തിപരമായ കുറവുകളുടെയും ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ചുമലിൽ വെച്ച് ഒഴിഞ്ഞു മാറാൻ നമുക്കാവില്ല. പിന്നിട്ട ജീവിത വഴികളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ആത്മീയ സത്യം പറയാം. ഭൗതിക കാര്യങ്ങൾക്കും വളർച്ചയ്ക്കുമായി നാം കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഒരംശം പോലും പലപ്പോഴും ദൈവിക കാര്യങ്ങൾക്കായി നാം കൊടുക്കാറില്ല എന്നതാണ് അത്. ദേവാലയത്തിലും കൂട്ടായ്മയിലും ധ്യാനത്തിലും മറ്റും വരാൻ താല്പര്യമില്ലാത്തവരിൽ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് നേരം നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല, ശരീരത്തിന് ക്ഷീണമാണ്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ടാകാം. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നു എന്നോ സൗജന്യമായ റേഷൻ വിതരണം ചെയ്യുന്നുവെന്നോ അറിഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ തിക്കിലും തിരക്കിലും മഴയും ചൂടും വകവയ്ക്കാതെ നിൽക്കാൻ ഇതേ ആളുകൾക്ക് യാതൊരു മടിയും ഇല്ല. ദേവാലയത്തിൽ പോലും വരാൻ മടിയുള്ള സമ്പന്നനായ ഒരു കുടുംബനാഥൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ധ്യാനത്തിനും മറ്റും ആത്മീയ കാര്യങ്ങൾക്കും വരാത്തത് വലിയ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അസഹ്യമായതുകൊണ്ടാണ്. നിങ്ങളുടെ ഉച്ചത്തിലുള്ള സ്തുതിപ്പും പ്രാർത്ഥനയും നിർത്തിയാൽ ഞാൻ ധ്യാനത്തിന് വരാം. എന്നാൽ അതിനടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലും കലാസദ്യയിലും
സൗണ്ട് ബോക്സിനോട് ചേർന്ന് ആടാനും പാടാനും ഈ സുഹൃത്ത് ആദ്യാവസാനം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ആത്മീയ ശുശ്രൂഷകൾക്ക് ഏറെ വൈകിയെത്തുന്ന നമ്മിൽ പലരും ഒരു ഡോക്ടറെ കാണാനോ ഒരു സിനിമ കാണാനോ വളരെ നേരത്തെ എത്തുന്നവരാണ്. ഏതാനും തിരുവചനങ്ങൾ പോലും കാണാതെ പറയാൻ അറിയാത്ത നമുക്ക് പഴഞ്ചൊല്ലുകളും അന്ധവിശ്വാസങ്ങളും നൂറുകണക്കിന് അറിയാം. മദ്യപിച്ച് ലക്കുകെട്ട് ശബ്ദമുണ്ടാക്കി നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തുന്നവരും പറയുന്നു, എന്തിന് ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കണം. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തൊണ്ട പൊട്ടുന്ന ശബ്ദത്തിൽ ജയ് വിളിക്കുന്നവർ ഈ തൊണ്ടയും ശബ്ദവും ജീവനും തന്ന ദൈവത്തിൻ്റെ മുൻപിൽ ശബ്ദമുയർത്തുന്നതും കരമുയർത്തുന്നതും വലിയ അപമാനമായിട്ട് കരുതുന്നു. ഇവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാകണമോ? ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സ്വന്തമാക്കണോ? മനസ്സ് വെച്ചാൽ എനിക്കും നിനക്കും അത് സാധ്യമാണ്. ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വില കൊടുക്കാതെ വിലയുള്ളത് സ്വന്തമാക്കാൻ കഴിയില്ല. പക്ഷപാതം കാണിക്കാത്ത ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. അവിടുന്ന് നിശ്ചയമായും നമ്മെ അവിടുത്തെ വത്സലരാക്കി മാറ്റും. അപ്പോൾ നമുക്ക് ദൈവത്തോട് പക്ഷപാതമൊന്നും കാണിക്കാതെ ഉച്ചത്തിൽ സ്തുതിക്കുകയാണെങ്കിൽ ദൈവത്തെ അല്ലേ നമ്മൾ സ്തുതിക്കുന്നത്. അത് നമ്മൾ ഉറച്ച തീരുമാനത്തോടു കൂടിയെടുത്ത് ദൈവം നമ്മളുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.